മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കൊല്ലത്തെ സംതൃപ്തി റിക്രൂട്ട്മെന്റ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ ഇറ്റലിയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് 100-ലേറെ പേരിൽ നിന്ന് 4 കോടിയിലധികം രൂപ തട്ടിച്ചെന്ന് പരാതിക്കാർ പറയുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാധാരണ ജനങ്ങളാണ് തട്ടിപ്പിന് ഇരയായത്. റിട്ടയർഡ് IB ഉദ്യോഗസ്ഥൻ, RSP നേതാവ് അടക്കമുള്ളവരാണ് തട്ടിപ്പിന് പിന്നിൽ. ഇരകളോട് പണം തിരിച്ചു നൽകാമെന്ന് പറയുന്ന ദൃശ്യങ്ങളും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കൊല്ലം ബിഷപ്പ് ജോറോ നഗറിലുള്ള സംതൃപ്തി എന്നൊരു സ്ഥാപനം ഇവർ ആരംഭിച്ചിട്ട് അവർ ഫേസ്ബുക്ക്, വാട്സപ്പ് വഴി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇട്ടിട്ട് ഇറ്റലിയിലോട്ടും ഫിൻലാൻഡിലോട്ടും കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമായിരുന്നു. റിട്ടയർഡ് IB ഉദ്യോഗസ്ഥനാ പുള്ളി. നമ്മൾ കൊടുക്കുന്ന കേസുകൾ പോലും പോലീസ് നെഗ്ലക്റ്റ് ചെയ്യുക. ഒരു 3.5-4 കോടി തട്ടിപ്പ്. അതായത് 66 ഇറ്റലിക്കാരുടെ കയ്യിൽ നിന്ന് 4 ലക്ഷവും ഫിൻലാൻഡുകാരുടെ കയ്യിൽ നിന്ന് പലരോടും 2 ലക്ഷവും 1.5 ലക്ഷവും അങ്ങനെ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമേ ജനുവരി മാസം 1-ാം തീയതി 1 ലക്ഷം രൂപ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ജൂൺ മാസം 3-ാം തീയതിക്ക് മുമ്പ് ബാക്കി 3 ലക്ഷം രൂപ വാങ്ങിച്ചു. 2025-ലാണ് സോളമൻ സാറിന് ഞാൻ ഈ 1 ലക്ഷം രൂപ ആദ്യമേ കൊടുക്കുന്നത്, പിന്നെ 3 ലക്ഷം രൂപ കൂടെ കൊടുത്തു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു വിസ എല്ലാം വന്ന് പേപ്പറെല്ലാം ശരിയായിട്ടുണ്ട്, 3 ദിവസത്തിനുള്ളിൽ ബാക്കി 3 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഈ വിസ ക്യാൻസലായി പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇറ്റാലിയൻ ഭാഷ പഠിക്കണമെന്നും പറഞ്ഞിട്ട് മോനെ ഇറ്റാലിയൻ ഭാഷ പഠിക്കാനായിട്ട് വിട്ട്, പിന്നാണെങ്കിൽ PCC എടുപ്പിച്ച്, എന്നുവെച്ചാൽ പേപ്പർ വന്ന് നമ്മളെ കൊണ്ട് പെട്ടിയും കൊച്ചിന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് വരെ നമ്മളെ കൊണ്ട് എടുപ്പിച്ച് 3 ദിവസത്തിനുള്ളിൽ പോകുമെന്നും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചത്. 1.5 വർഷമായി. ഇപ്പം ഞങ്ങൾ അതിക്രമിച്ച് കയറിയെന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ പേര് കേസ് ഹൈക്കോടതി വരെ. ഇപ്പം ഞങ്ങൾ കേസിനും പൈസ ചിലവാക്കണം, ഇതിൻ്റെ പലിശയും കൊടുക്കണം. ആകെപ്പാടെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നിൽക്കുക. 10 ദിവസം കൊണ്ട് ഞങ്ങൾക്കൊന്ന് ആലോചിക്കേണ്ട ഒരു സമയം വേണം. ഞങ്ങൾക്ക് എങ്ങനെ പ്ലാൻ ചെയ്തതാണ് നിങ്ങളോട് ഒരു അഷുറൻസ് തരാൻ പറ്റുന്നത്? 10 ദിവസം കഴിഞ്ഞും ഞങ്ങളുടെ ഇത് ഈ അടുത്തൊരു ഡേറ്റ് ഇല്ല, 10 ദിവസമാണ്. അത് തന്നെ 10 ദിവസം. അത് ഇനി ആലോചിക്കാനൊന്നുമില്ല. 10 ദിവസത്തിൽ പറയണം, വിത്തിൻ 10 days. 10 ദിവസത്തിന്റെ മേളിൽ പോകാൻ പറ്റത്തില്ല ഞങ്ങളെ കൊണ്ട്. ഞങ്ങൾ അല്ലല്ല അതാ ഞങ്ങൾക്ക് 2 മാസത്തെ സെറ്റിൽമെന്റ്. അത് 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെ സെറ്റിൽമെന്റ് ചെയ്തു തരുമോ അത് പറ. അല്ല, നമുക്കിപ്പോ 10 ദിവസത്തിന്റെ മേളിൽ പോകരുത്. ഞങ്ങൾക്ക് വിത്തിൻ 2 months, അതായത് 10 ദിവസം ഉൾപ്പെടെയുള്ള 2 months അതാ ഞങ്ങൾക്ക് തരണം. ഇപ്പൊ ഏത് വഴിയാലും ഞങ്ങൾക്ക് തരണം. നോക്കാനല്ല, സെറ്റിൽ ചെയ്യണം. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ചേരുന്നത്. ഷമീർ, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു എന്ന് ഉറപ്പായും മനസ്സിലാവുന്നുണ്ട് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന്. പിന്നെ ഈ അവസാനം കണ്ട ദൃശ്യങ്ങളിൽ നിന്നും അവർ കൂടി, അതായത് ആരാണോ പറ്റിച്ചിരിക്കുന്നത് അവർ കൂടി അത് സമ്മതിക്കുന്ന നിലയിലേക്ക് ഇത് സെറ്റിൽ ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഇത് ആരാണ് ഈ മുൻ IB ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നയാൾ? മറ്റൊന്ന് RSP നേതാവ് അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഇയാൾ ആരാണ്? നിലവിൽ ഇവർ നിയമപരമായി തന്നെ ഈ പരാതിക്കാർ ഇതുമായി മുന്നോട്ട് പോവുകയാണോ? ഇതിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? അന്വേഷിക്കുന്നുണ്ടോ? ഈ ബന്ധപ്പെട്ടവർ എങ്ങനെയാണ് ഇത് വിശദീകരിക്കുന്നത്? ഇത് 100ഓളം പേരിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ പണം ഷാമിലി തട്ടിച്ചിരിക്കുന്നത്. അതും പാവങ്ങളാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഈ റിട്ടയർഡ് IB ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സോളമൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളാണ്. ഇയാളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും FIR ഉണ്ട്. ഉദയംപേരൂർ പോലീസ്, അതുപോലെ തന്നെ പള്ളിത്തോട്ടം പോലീസ് തുടങ്ങിയ പോലീസ് സ്റ്റേഷനിലും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ FIRകൾ നിലനിൽക്കുന്നുണ്ട്. ഇറ്റലിയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ തട്ടിപ്പ് തുടങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു RSP നേതാവ്, RSPയുടെ ചവറ മണ്ഡലം സെക്രട്ടറി കൂടിയായ ജസ്റ്റിൻ ജോൺ എന്ന് പറഞ്ഞ ആൾ കൂടി ഈ തട്ടിപ്പിന് പങ്കാളിയാകുന്നു. അദ്ദേഹം കൂടി ഇതിൽ ഈ പണം വാങ്ങി നൽകിയവരുടെ പട്ടികയിലുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ വിവാദമാകേണ്ട വിഷയമായിരുന്നു. ആ കാലത്ത് ഈ ജസ്റ്റിൻ ജോൺ അദ്ദേഹം കുറച്ച് പണം നൽകി ഇവരെ പിടിച്ചു നിർത്തുകയായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവരൊക്കെ തന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള കൊല്ലം രൂപതയിലെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു പ്രചാരണം നടത്തിയതും ഈ പണം വാങ്ങുകയും ചെയ്തത്. പണം അയച്ചിരിക്കുന്നത് ഫിൻലാൻഡിലെ രാജ്യത്തിന് പുറത്തുള്ള ഒരു അക്കൗണ്ടിലേക്കാണ്. പക്ഷേ ഈ ഒരു IB ഉദ്യോഗസ്ഥനെ വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ മുഴുവനും ഇത്തരത്തിൽ ഈ സംതൃപ്തി എന്ന സ്ഥാപനത്തിലേക്ക് എത്തി ഈ പണം നൽകുകയും ചെയ്തത്. ഇക്കഴിഞ്ഞ നവംബർ മാസം ഈ സ്ഥാപനം അടച്ചു പൂട്ടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് നിരവധി തവണ ആളുകൾ അവിടെ പണം വാങ്ങാനായി എത്തിയെങ്കിൽ, പണം തിരികെ ചോദിച്ച് എത്തിയെങ്കിൽ പോലും പണം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായി. ഒപ്പം
ഒപ്പം തന്നെ ഇവരുടെ വീട്ടിലേക്ക് സോളമൻ സെബാസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് ആളുകൾ പോയതോടുകൂടി അവിടെ അദ്ദേഹം ഇവർക്കെതിരെ ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ നേടി അവരുടെ വീട്ടിലേക്ക് ആളുകൾ ചെല്ലാതിരിക്കാൻ ഒരു ഉത്തരവ് കൂടി നേടിയിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ ഒരു IB ഉദ്യോഗസ്ഥൻ നടത്തിയ തട്ടിപ്പ്, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ഒരാൾ നടത്തിയ തട്ടിപ്പ്, അദ്ദേഹം ഈ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന സമയത്ത് പോലും ഈ പണം വാങ്ങിയിരുന്നു തുടങ്ങിയ തെളിവുകളൊക്കെ തന്നെ നമ്മളുടെ പക്കലുണ്ട്. എന്തായാലും ഗുരുതരമായ ഒരു കുറ്റമാണ് നടത്തിയിരിക്കുന്നത്. അതും കോടികളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരിൽ നിന്ന് തട്ടിയത്. അതിനൊരു രാഷ്ട്രീയ നേതാവിനെ കൂടി കൂട്ടുപിടിച്ചിരിക്കുന്നു. അതും RSPയുടെ ചവറ മണ്ഡലം സെക്രട്ടറിയെ കൂടി കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പണം നഷ്ടപ്പെട്ടവർ ഇപ്പോൾ കൊല്ലം ബിഷപ്പ് ജെറോൺ നഗറിലെ ഓഫീസിന് മുന്നിൽ സമരവുമായി രംഗത്തെത്തി. പക്ഷേ പണം ഇതുവരെയായി തിരിച്ചു കൊടുക്കാനോ മറ്റോ ഇവർ തയ്യാറായിട്ടില്ല. നിയമക്കുരുക്കിലേക്ക് പിടിച്ച് തള്ളിയിടുകയായിരുന്നു ഈ പാവങ്ങളെ എന്ന് വേണം പറയാൻ. ഷാമിലി. ശരി, ഷമീർ വിവരങ്ങൾ നൽകിയത്.